ഹലോ. അപ്പോൾ നമ്മളിന്ന് വന്നേക്കണ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ ഗൈസ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അയല ഫ്രൈ ആണ്. നമുക്കിന്ന് കുറച്ച് അയല കിട്ടി, സോ നമുക്കത് ചെയ്യാം. എൻ്റെ മെത്തേഡുണ്ട, ഞാൻ എങ്ങനെ ഉണ്ടാക്കണേന്നാണ് കാണിച്ചു തരാൻ പോണേ. ഫസ്റ്റ് തന്നെ എനിക്ക് സ്പീഡ് ഇടുമ്പോൾ വാക്കൊക്കെ മാറിപ്പോവും. ഫസ്റ്റ് തന്നെ നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞ് രണ്ടെണ്ണം അച്ഛനമ്മക്കും വലിയത് എനിക്കാണ് ഗൈസ്, എനിക്ക് വലിയത് വേണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലത് ക്ലീൻ ചെയ്ത് വരഞ്ഞ് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല, അതായത് അതിൽ പുരട്ടുന്ന സാധനം സെറ്റാക്കാം. സോ ഒരു ബൗളെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഞാൻ അത് കുറേ കോരിടണ്ട്, എൻ്റെ ഒരു ആവേശം വരുന്നത്, പക്ഷെ അത് വേണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ നല്ല രീതിയിൽ മുളക് പൊടി ഇടുന്നുണ്ട്. അത്ര എരിവില്ല, ഇടണം ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ തോന്നും, പക്ഷെ അത്ര എരിവില്ല കേട്ടോ, അത്ര എരിവ് ഉണ്ടായില്ല. പിന്നെ ഞാൻ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ആക്ച്വലി കുറേ പേരൊന്നും ഇടൂല, അമ്മ എന്നോട് ചോദിക്കണ്ടായി, പക്ഷെ ഞാനിട്ട് എനിക്കെന്തോ ഇഷ്ടം പോലെയാണ് ഞാൻ സാധനങ്ങളൊക്കെ ഞാൻ പെറുക്കിടാറുള്ളത്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, ആ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മളിതെല്ലാം കൂടി വെള്ളം, കുറച്ച് വെള്ളത്തിൽ നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിടണം. എന്നിട്ട് നമുക്ക് വരഞ്ഞ മീനിലേക്ക് ഫുൾ നല്ല രീതിയിൽ പിടിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനിത് മാറ്റി വെച്ചിട്ടാണ് ഫുൾ ഇങ്ങനെ ഫുൾ ഞാൻ പരട്ടി കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു 10-20 മിനിറ്റ് വരെ സെറ്റാക്കാൻ വെക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. സോ ഇത് ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് തിരിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ വിശന്നപ്പോൾ ചോറും മോരൂട്ടാനൊക്കെ കൂട്ടി ഞാൻ ചോറൊന്ന് കേസ് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ പോയി.